Hi friends, ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫോർമ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റാണ്. ഒരു റേഡിയോ ഫ്രീക്വൻസി എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി പേർക്കുണ്ടല്ലോ ചെറിയ ഒരു ഏജ് കഴിയുമ്പോൾ അതൊരു 30-35 ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചെറിയ ചുളിവുകൾ, ഫൈൻ ലൈൻസ് ചുളിവുകൾ, കുറച്ച് ഡള്ളാവുന്നു, സ്കിന്ന് ഡള്ളാവുന്നു. അതൊക്കെ സംഭവിക്കുന്നത് ഒത്തിരി നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ടെൻഷൻസ്, സ്ട്രെസ്സ്, പനിയായിട്ട് കിടക്കുന്നു, വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഇതൊക്കെ വരുമ്പോൾ ഒത്തിരി കാരണങ്ങളുണ്ട്. നമ്മുടെ സ്കിന്ന് ഡള്ളാവുന്നു, റിങ്കിൾസ് ഫോം ചെയ്യുന്നു, നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു ഗ്ലോ നഷ്ടപ്പെടും. അപ്പോൾ അതെങ്ങനെ നോൺ സർജിക്കൽ സർജറി ഇല്ലാതെ നമുക്കിതെങ്ങനെ മാറ്റാൻ പറ്റും. അപ്പോൾ പലപ്പോഴും നമ്മൾ ക്രീം വെച്ചിട്ടാണ് ആദ്യം നമുക്ക് നോക്കുന്നത് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അത് ചിലപ്പോൾ പലപ്പോഴും സാധിക്കത്തില്ല. നമ്മൾ വിചാരിക്കുന്ന ഗ്ലോ അല്ലെങ്കിൽ ഒരു സ്കിൻ ടൈറ്റനിങ് കിട്ടത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ ഗ്ലോയും സ്കിൻ ടൈറ്റനിങ് അല്ലെങ്കിൽ റിങ്കിൾസ് മാറാൻ ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് റേഡിയോ ഫ്രീക്വൻസി. ഇത് നോൺ അബ്ലേറ്റീവ് റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ RF എനർജി എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഈ ജെല്ലിട്ടിട്ട് ഈ പ്രോബ് വെച്ച് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി എനർജി നമ്മുടെ സ്കിന്നിലോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴത്തേക്കിന് അതിന് കൊളാജൻ സ്റ്റിമുലേഷൻ വരുന്നു, പുതിയ സെൽസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ ടൈറ്റനിങ്ങും ലിഫ്റ്റും കിട്ടും. ഇതാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, വെരി സിമ്പിൾ. പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഒരു 30 to 40 മിനിറ്റ്സ് എടുക്കും. പേഷ്യൻറ്റ് നോ ഡൗൺ ടൈം. ഇത് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. വെയിലത്ത് പോവാം, എവറിത്തിങ് ദേ ക്യാൻ ഡു. കാരണം നമ്മളൊരു ഇൻവേസീവ് അല്ല എന്ന് പറഞ്ഞാൽ ഒരു മുറിവോ പാടോ ഒന്നും ഉണ്ടാവുന്നില്ല. പിന്നെ ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? ഇത് എനിക്കൊരു റിങ്കിൾസോ അല്ലെങ്കിൽ ഭയങ്കര സാഗിങ് ഉള്ളവർക്ക് മാത്രമല്ല നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ടൊരു വെഡിങ്ങിന് പോകണം അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകണം, അതിന് നമ്മളിത് ചെയ്യുന്നുണ്ട്. നല്ലൊരു ക്ലീൻ ഫേസ് ആവും ഇത് ചെയ്യുമ്പോൾ തന്നെ. കാരണം ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് ആ റിങ്കിൾസൊക്കെ ഒന്ന് സ്കിൻ ടൈറ്റൻ ആകുമ്പോഴത്തേക്കിന് ദി ലുക്ക് റിയലി ഗുഡ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് പരമായിട്ട് നമ്മളിപ്പോൾ റിങ്കിൾസ് മാറ്റാനോ ലിഫ്റ്റിന് വേണ്ടിയാണെങ്കിൽ വൺസ് ഇൻ എ വീക്ക് വെച്ച് 4 ട്രീറ്റ്മെൻറ്റ്സാണ് നമ്മൾ ചെയ്യുന്നത്. നല്ലൊരു ട്രീറ്റ്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇത് എത്ര നാൾ നിൽക്കുന്നതാണ് അത്രയും. ഇത് നമ്മൾ 1 to 2 years വരെ ഇതിന് നിൽക്കും. ഇതിന് ഇടയ്ക്ക് നമുക്കൊരു ഫീവർ വന്നാലോ നമ്മൾ കുറച്ച് ഡള്ളാവണമെങ്കിൽ വീണ്ടും ഒരു 6 months കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സെഷൻ എടുക്കാം. ഇതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. റേഡിയോ ഫ്രീക്വൻസി നോൺ ആംബുലേറ്ററി ട്രീറ്റ്മെൻറ്റ് ഫോർ റിങ്കിൾസ് ആൻഡ് ഫൈൻ ലൈൻസ് പ്ലസ് ഒരു ഗ്ലോ കിട്ടാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, താങ്ക് യു.